ആദ്യമായിട്ടാണോ വൈൻ ഉണ്ടാക്കാൻ പോണേ? ആദ്യമായിട്ടാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല? അത് ശരി, പറഞ്ഞുതരാം. ആദ്യമേ ഗ്രേപ്സ് അറിയാമല്ലോ, ഗ്രേപ്സ് തന്നെ 2-3 തറിയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വെള്ള ഗ്രേപ്സ് ഒക്കത്തില്ല, റോസ് ഗ്രേപ്സ് ഒക്കത്തില്ല, ബ്ലൂ വെറൈറ്റി തന്നെ വേണം, എങ്കിലേ കളർ കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ ഗ്രേപ്സ് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇതാണ് ഗ്രേപ്സ്. ഇതിനിയും നമ്മൾ നല്ലവണ്ണം മാഷ് ചെയ്യണം. മാഷ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് നമ്മൾ ഒരു ഗ്രേപ്സ് പോലും പൊട്ടാതിരിക്കരുത്, എല്ലാം പൊട്ടി അതിൻ്റെ അകത്തെ ഫ്ലഷ് വെളി വരണം. അങ്ങനെ എടുത്തിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ പിന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ഈസ്റ്റ് ഇട്ട് ഗോതമ്പിട്ട് 10-35 ദിവസത്തെ പരിപാടിയായി ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊക്കത്തില്ല വൈനെന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് ശരിയായിട്ടുള്ള വൈനല്ല. ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷേ അത് ശരിയായിട്ടുള്ളതല്ല. വെറും ഗ്രേപ്പ് ജ്യൂസൊക്കെ പോലെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ട്രഡീഷണൽ രീതിയിലുള്ള വൈനാണെങ്കിൽ ഇത് 35 ദിവസം വേണം വൈൻ ശരിയായി വരണമെങ്കിൽ. തുടങ്ങാം. ഇത് 3 കിലോ ഗ്രേപ്സ്. 3 കിലോ ഗ്രേപ്സിന് ഇങ്ങനെ നല്ലോണം മാഷ് ചെയ്യണം. ഇത് കണ്ടോ, 2 കൈയും കൊണ്ടും നല്ലവണ്ണം മാഷ് ചെയ്ത് അതിലിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു പ്യൂരിറ്റി, അത് നമ്മൾ കൃത്യമായി വാഷ് ചെയ്ത ബോട്ടിൽ, വെള്ളം വേറൊരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും ഇല്ലാതെ തിളപ്പിച്ചാറിച്ച വെള്ളം വേണം ഇതിനകത്ത് ഒഴിക്കാനായിട്ട്. ഒരു ഇമ്പ്യൂരിറ്റീസും വരാനൊക്കത്തില്ല. അതിപ്പം അന്നേരം ഒന്നിൽ അതിനകത്ത് പിന്നെ കീടങ്ങൾ എന്തെങ്കിലും വന്നാൽ അത് വൈൻ ചീത്തയായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ആ ഒരു കാര്യം. അതുകൊണ്ടാണ് ഭരണി പോലും നല്ലവണ്ണം മൂടി കെട്ടി വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന വൈൻ എത്ര കാലം ഇരിക്കും? അങ്ങനെ ഒത്തിരി ഇത് നമ്മളിപ്പോൾ ഈ ഒരു 3 കിലോ കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്കൊരു 8 കുപ്പി കിട്ടും. 8 കുപ്പി വൈൻ കിട്ടുമെന്ന് വെച്ചാൽ അത് നമുക്ക് വീട്ടിൽ വരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുകയില്ലേ. കൂടിയ ഒരു 5-6 മാസം അതിക്കുള്ളിൽ മുമ്പ് തീരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എനിക്ക് അങ്ങനെ എത്ര നാൾ ഇരിക്കുമെന്നുള്ളത്. പക്ഷേ എങ്കിലും ഒരു വർഷത്തോളമൊക്കെ ഇരിക്കുമെന്നാണ് എൻ്റെ വിചാരം. എന്ന് വെച്ചാൽ ചിലപ്പം ബാക്കിയൊക്കെ ഒരു കുപ്പിയൊക്കെ കാണാതിരുന്നാലോ നല്ല വൈനായിട്ട് പിന്നെ വല്ലവർക്കും കൊടുക്കുമ്പോൾ നമുക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഇത് 2.25 കിലോ പഞ്ചസാരയാണ്. 3 കിലോ ഗ്രേപ്സിന് ആകെ 4.5 കിലോയാണ് വേണ്ടിയത്. അതിൽ 2.25 ഇപ്പം നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് അതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇനി ഇതിനകത്തോട്ട് 7 കുപ്പി തിളപ്പിച്ചാർച്ച് വെള്ളം ഒഴിക്കണം. ഇവിടെ വെള്ളം തിളപ്പിച്ചാർച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 3 കുപ്പി വെള്ളമായി കാണത്തുള്ളൂ. ഇനിയും ഈസ്റ്റ് 3 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടിയത്. ലെവലെടുത്താൽ മതി, ഹീപ്പ് ആക്കി എടുക്കരുതേ. മൂന്ന് ടീസ്പൂൺ ഈസ്റ്റ് മതി ഇതിന്. അത്രയും ചേർത്തു. ഇനിയും 3 മുട്ടയുടെ എഗ് വൈറ്റ് കൂടെ ചേർക്കണേ. ഇനി ഇതിനകത്ത് 200 ഫെർമെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഗോതമ്പ്, 200 ഗ്രാം ഗോതമ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അത് കഴുകി ഉണങ്ങി വെച്ച ഗോതമ്പാണേ. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കുക. കൈ കൊണ്ട് തന്നെ ഇളക്കുക. എന്ന് വെച്ചാൽ എല്ലാം ഇതിനകത്ത് ഏതെങ്കിലും ഇനിയും പൊട്ടാതെ ഓലോ ഉണ്ടെങ്കിൽ അത് മുഴുവനും ഗ്രേപ്സ് ഇത് ആകാതെ ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയായിട്ട് വരാനായിട്ടാണ് കൈ കൊണ്ട് തന്നെ ഇളക്കണമെന്ന് പറഞ്ഞത്. പിന്നെ അതിനെ എല്ലായിടത്തും ഒരുപോലെ പിടിക്കുകയും വേണം. ആ പഞ്ചസാരയെ ഒന്ന് അലിയണം. നമ്മളിപ്പോഴല്ലേ പഞ്ചസാര ആഡ് ചെയ്തത്, അന്നേരം അത് നല്ലപോലെ ഒന്ന് അലിയണം.
നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ വൈൻ ക്ലിയർ ആയിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരും. ഞാൻ ഉണ്ടാക്കിയ വൈൻ കാണിക്കാം ആണെങ്കിൽ. നല്ല ക്ലിയറായിട്ട് നല്ല ബ്രൗൺ കളറിൽ തന്നെ കിട്ടും. ഗ്രേപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും വൈൻ ചെയ്യാറുണ്ട്? ഉണ്ട്. ബീറ്റ്റൂട്ട് വൈനുണ്ട്, റൈസ് വൈനുണ്ട്, പൈനാപ്പിൾ വൈനുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായിട്ട് വരത്തില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ അത് പുളിച്ചു പോകും. റൈസ് വൈനൊന്നും അങ്ങനെ ശരിയായിട്ട് വരാതിരിക്കത്തില്ല, നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഗ്രേപ്പ് വൈൻ തന്നെയാണ്. ഇതിപ്പോൾ ഒരുമാതിരി അലിഞ്ഞിട്ടുണ്ട് പഞ്ചസാര. ഇനി ഇത് കുറേശ്ശെ വീതം കോരി നമ്മൾ ഇതിനകത്തോട്ട് ഭരണിയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ട് കുറച്ച് നമ്മൾ മുഴുവൻ വെള്ളം മുമ്പ് ചേർത്തില്ലല്ലോ, ബാക്കി വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ച് ഭരണി വെക്കുക. പക്ഷേ ഭരണി വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അതിൻ്റെ 3/4 വരെ നിറയ്ക്കാവുള്ളൂ. അതിൽ കൂടുതൽ നിറച്ചാൽ അത് ഫെർമെൻറ്റ് ചെയ്ത് മുഴുവനും ഫെർമെൻ്റായിട്ട് തിളച്ച് പൊങ്ങിപ്പോവും. അതൊരു ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തെ പേർക്ക്. അത് കഴിയുമ്പം പിന്നെ ഫെർമെൻറ്റേഷൻ അങ്ങ് സബ്സൈഡ് ചെയ്യും. അതായി കഴിയുമ്പോൾ പിന്നെ ആ ദിവസവും നമ്മൾ ഇളക്കി ഓരോ ദിവസവും ഇളക്കുമ്പോഴും ഈ ഫെർമെൻറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കും. കഴുകി ഉണങ്ങി വെച്ച് വേണം ഭരണി ഇതെടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് വേണം ഇത് നമ്മൾ ഒഴിക്കാനായിട്ട്. ഇനി ഇങ്ങനെ കുറേശ്ശെ വീതം കോരി ഇതിനകത്തോട്ട് ഒഴിക്കുക. നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറെ എന്ത് കാര്യങ്ങളാണ്? അതായത് ഇൻസെക്ട്സ് ഒന്നും അതിനകത്ത് വരരുത്. ഒന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ക്ലീൻ ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും തന്നെ വരരുത്. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചിലർ പറയും വൈൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഫെർമെൻറ്റ് ചെയ്ത് നശിച്ചു പോയി കൊണ്ടാണില്ല. അതെന്തെങ്കിലും ഒന്നീ വെള്ളമയത്തിൻ്റെ ഇതോ തിളക്കി ചാർച്ച വെള്ളം അല്ലായിരിക്കും അവർ യൂസ് ചെയ്തത്. അങ്ങനെ എന്തെങ്കിലും വരുന്നതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടെ വന്നപ്പം പറയുമായിരുന്നു, അവർ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കി. പക്ഷേ അന്ന് കുടിക്കാൻ നല്ലതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മുഴുവൻ പുളിച്ചു പോയത്. അപ്പം അങ്ങനെയൊക്കെ വരും. ഓരോരുത്തരുടെ ഓരോ രീതിയുണ്ട്. ഇതുപോലത്തെ ഒരു കമ്പ് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണങ്ങി നേരത്തെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ആ കമ്പ് വെച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ദിവസവും 10 മിനിറ്റ് നേരെ ഇളക്കണം. അത് ഒരേ സമയത്ത്, രാവിലെ ആണെങ്കിൽ രാവിലെ, അല്ലെ വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, നമുക്ക് എപ്പോഴാണ് സൗകര്യമൊന്നോ അതനുസരിച്ച് ഇളക്കി വെച്ചാൽ മതി. ഇളക്കി വെച്ച് കഴിയുമ്പം ഇത് ഫെർമെൻറ്റ് ചെയ്യും. ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പൊങ്ങി വന്നാൽ അത് തിളച്ചിയാടും. അതുകൊണ്ടാണ് ഇതിന് 3/4 ഒഴിക്കാവുള്ളൂ, 3/4 ഒഴിക്കാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. അങ്ങനെ റെഡി ആയി കഴിയുമ്പോൾ ഇപ്പോൾ വൈൻ റെഡിയായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, വൈനിൻ്റെ ഇതിലായി. ഇനിയുള്ളത് 21 ദിവസം ഇതുപോലെ ദിവസവും 10 മിനിറ്റ് നേരം ഇത് ഇളക്കണം. 21 ദിവസം കഴിയുമ്പം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ 14 ദിവസം ഇതിൻ്റെ സെഡിമെൻറ്റ്സ് എല്ലാം അടിയാനായിട്ട് മൂടിക്കെട്ടി അനക്കാതെ വെക്കുക. 14 ദിവസം അങ്ങോട്ടാകുമ്പോൾ 35 ദിവസം. 35 നമ്മൾ എവിടെയെങ്കിലും കലണ്ടറിലോ വല്ല നോട്ട് ചെയ്തിടണം ഡേറ്റ്, അല്ലെ നമുക്ക് മറന്നു പോകും. അങ്ങനെ വരരുത്, കൂടിപ്പോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇത് മാറ്റുകയാണേ, കമ്പ് മാറ്റുക. ഒരു 5-10 മിനിറ്റ് ദിവസം ഒരേ സമയത്ത് ഒരുപോലെ ഇറക്കുക. അത് കഴിഞ്ഞ് നല്ലപോലെ ഭരണി അടയ്ക്കണം. അടച്ചിട്ട് ശരിക്കും പിരിയടപ്പുള്ള ഇതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എൻ്റെ പക്ഷേ പിരിയടപ്പുള്ള ഭരണി ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ഈ ഭരണി എടുത്തത്. എന്നിട്ട് നമ്മൾ ഒരു വെള്ള തുണി ഇട്ട് അത് മൂടിക്കെട്ടി വെക്കണം എല്ലാ ദിവസവും. ഇത് കഴിയുമ്പോൾ വേണ്ട നല്ലൊരു തുണി എടുത്ത് അത് ഇങ്ങനെ മൂടിക്കെട്ടി വെക്കണം. അത് കെട്ട് നല്ല മുറുകിയിരിക്കണം. ഒന്നും അതിനകത്ത് കയറാൻ ഉള്ള സാഹചര്യം നമ്മൾ കൊടുക്കരുത്. അതുകൊണ്ട് ഇൻസെക്ട്സ് ഒന്നും. അടുത്ത 21 ദിവസം എന്നും ഈ കെട്ടഴിച്ചേച്ച് ഏതെങ്കിലും ഒരു നേരം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. അത് ഏത് നേരം നമ്മൾ എടുക്കുന്നത് ആ സെയിം ടൈമിൽ തന്നെ കൊടുക്കണം. 21 ദിവസം. പഠിച്ചോ? അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം. ഇനി നമ്മൾ അഥവാ എന്തെങ്കിലും കാരണത്തെ ഇത് തിളച്ച് ആടി പോവുകയാണെങ്കിൽ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്യാം. അതായിട്ട് വരിക. അല്ലെങ്കിൽ അത് വെറുതെ നിലത്തങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരു ബേസിനോ എന്തെങ്കിലും എടുത്ത് അതിനകത്തോട്ട് ഈ ഭരണി ഇറക്കി അങ്ങ് വെക്കണം. പിന്നെ ഉറുമ്പോ വല്ലതും ഉള്ളതാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം വരാതിരിക്കാൻ വെള്ളത്തിനകത്ത് ഇറക്കി വെച്ചാലും കുഴപ്പമില്ല. അത്രയേ ഉള്ളൂ. 21 ദിവസം വെച്ചതിന് ശേഷം 14 ദിവസം പിന്നെ തുറക്കരുത്, മൂടിക്കെട്ടി തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമ്മളിതെടുത്ത് മുമ്പ് ആദ്യം പറഞ്ഞായിരുന്നല്ലോ, അത് ഊറ്റിയെടുത്ത് തെളി മാത്രം ഊറ്റിയെടുത്ത് ആ മട്ടുള്ളത് കളയാതിരിക്കാനായിട്ട് ഒരു തോർത്തിനകത്തോ വല്ലതും കെട്ടിയിടുക. അപ്പം ആ ഊസ് ഔട്ട് ചെയ്ത് മുഴുവൻ വീഴും അതിനകത്ത്. എന്നിട്ട് ആ സെഡിമെൻറ്റ്സ് അത് തോർത്തിനകത്ത് കിടക്കും. എന്നിട്ട് അതിനകത്തോട്ട്
3 കപ്പ് പഞ്ചസാര, 3 കപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്പിന്, അതായത് 250 ml, അപ്പോൾ അത് 750 grams എടുത്ത് മെൽറ്റ് ചെയ്ത് കാരമൽ ചെയ്ത് അതിനകത്തോട്ട് 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇതിനകത്ത് അത് ആറിക്കഴിഞ്ഞേ ഒഴിക്കാവുള്ളൂ കേട്ടോ, ചൂടെ ഒഴിക്കരുത്. അന്നേരം ആ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്നുകൂടെ അരിക്കണം. ഒന്നുകൂടെ അരിച്ചിട്ട് പിന്നെ ബോട്ടിൽ ചെയ്യുമ്പോൾ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഇച്ചിരി റമ്മോ എന്തെങ്കിലും ചേർത്താൽ നല്ലതാണ്, കേടാകാതെ കുറേ നാൾ ഇരിക്കും. എനിക്കത് ഞാൻ 1 വർഷം അതിൽ കൂടുതലും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, കേടായിട്ടേ ഇല്ല അത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇതുപോലെ കഴുകിയാണെങ്കിൽ കളേർഡ് കുപ്പിയാണ് ഏറ്റവും നല്ലത് വൈൻ നിറയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ കുപ്പി എടുത്ത് അതിനകത്ത് നിറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതി. ഞാനിവിടെ ഉണ്ടാക്കിയ വൈനുണ്ട്, അത് വേണേൽ കാണിക്കാവുന്ന. കോട്ടയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നല്ലൊരു ക്രിസ്മസ് വൈൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത്. എല്ലാവരും പറഞ്ഞത് ആൻറ്റിയുടെ പേരാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലായി. ശരി.